ഹലോ ഫ്രണ്ട്സ്, കോമേഴ്സ് ചങ്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് സ്റ്റെഫി. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന സബ്ജക്റ്റിലെ ബേസിക്സ് ആണ്. കുറേ ഫ്രണ്ട്സിന് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് റിക്വസ്റ്റ് പേഴ്സണലി പറഞ്ഞ ഫ്രണ്ട്സൊക്കെ പറഞ്ഞത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന സബ്ജക്റ്റ് കുറച്ച് ടഫാണെന്നാണ്. അപ്പം അതിൻ്റെ ബേസിക്സ് പോലും ചിലർക്ക് ഓർമ്മയില്ല എന്നൊക്കെ പറയുന്നുണ്ടായി. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് ചെയ്യുന്നത്. അപ്പം അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇപ്പോൾ ഫസ്റ്റത്തെ ആണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്താണെന്ന് അറിയണം. അപ്പം ഇതിനകത്ത് കുറേ ടെസ്റ്റുകൾ കാണാം. അപ്പോൾ അതിനകത്ത് ആദ്യമാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് കാണാം. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് ടു ടെസ്റ്റ് സം ഹൈപ്പോത്തസിസ് അബൌട്ട് ദ പാരന്റ് പോപ്പുലേഷൻ ഫ്രം വിച്ച് ദ സാമ്പിൾ ഈസ് ആക്ച്വലി ഡ്രോൺ. അപ്പോൾ എന്താണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെക്നിക്കാണ് ടു ടെസ്റ്റ് സം ഹൈപ്പോത്തസിസ് അബൌട്ട് ദ പാരന്റ് പോപ്പുലേഷൻ. ചില ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിഗമനങ്ങൾ അബൌട്ട് ദ പാരന്റ് പോപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ പോപ്പുലേഷൻ ഫ്രം വിച്ച് ദ സാമ്പിൾ ഈസ് ആക്ച്വലി ഡ്രോൺ. ഇപ്പോൾ നമ്മൾ ഒരു വലിയൊരു പോപ്പുലേഷനിൽ നിന്നാണ് നമ്മൾ സത്യം പറയുന്നത് ഒരു സാമ്പിൾ നമ്മൾ ഡ്രോ ചെയ്യാം. എന്ന് വെച്ചാൽ എന്താണ് ഒരു ഇപ്പം അതിനകത്ത് എന്താണ് പോപ്പുലേഷൻ, എന്താണ് സാമ്പിൾ ഞാൻ സിമ്പിളായിട്ട് എഴുതിയിട്ടുണ്ട്. പോപ്പുലേഷൻ ദ കംപ്ലീറ്റ് കളക്ഷൻ ഓഫ് ഓൾ എലമെൻറ്റ്സ് ടു ബി സ്റ്റഡീഡ്, അതിനാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് കളക്ഷൻ ഓഫ് ഓൾ ദ എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പം ഒരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിലത്തെ ആ മൊത്തം ഒരു ഗ്രൂപ്പിനെ, ഇപ്പം Mcom എന്ന് പറഞ്ഞ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ആ മൊത്തം ഒരു ക്ലാസ് അതിനെയാണ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പിളോ എ സബ് കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഡ്രോൺ ഫ്രം എ പോപ്പുലേഷൻ. എ സബ് കളക്ഷൻ ഓഫ് എന്തിൻ്റെ എലമെൻറ്റ്സ് ഡ്രോൺ ഫ്രം എ പോപ്പുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഈ വലിയൊരു പോപ്പുലേഷനിൽ നിന്നും ഇപ്പോൾ നിങ്ങൾ Mcomൻ്റെ ഒരു ക്ലാസ്സിൽ നിന്ന് 10 പേര് ഞാൻ സെലക്ട് ചെയ്യാണ്. അപ്പോൾ അതിനെ പറയുന്നതാണെന്ന് സാമ്പിൾ എന്ന് പറയുന്നത്. ഈ Mcom ഇപ്പം ഫസ്റ്റ് ഇയർ ഉണ്ടാവും, സെക്കൻഡ് ഇയർ ഉണ്ടാവും, തേർഡ് ഇയർ ഉണ്ടാവാം. അപ്പം അതിൽ നിന്ന് ഞാനിപ്പം Mcom ഫസ്റ്റ് ഇയറിലത്തെ ക്ലാസ്സിൽ നിന്നും Mcom എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ, 3 ഇയർ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയർ ആണുള്ളത്. അപ്പം ആ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിനകത്ത് എന്താ പറയുക, ഫസ്റ്റ് ഇയറിലത്തെ 10 സ്റ്റുഡൻസിനെ എടുത്തു. അപ്പോൾ അത് ഫസ്റ്റ് ഇയറിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ് ആ 10 പേര്. അതിന് പറയുന്നതാണ് നിന്ന് സാമ്പിൾ. ഈ ഫസ്റ്റ് ഇയറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 10 പേരെ സെലക്ട് ചെയ്യുമ്പം അവരിനെയാണ് പോപ്പുലേഷനിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്യുന്ന സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടുണ്ട്. നമ്പർ ഓഫ് ബാസ്ക്കറ്റ്, അതാണ് 1. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ബാസ്ക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു കൊട്ട. അതിൽ നമ്പർ ഓഫ് ആപ്പിൾ ഇൻ ദ ബാസ്ക്കറ്റ് എത്രയാണ്, 500 ആണ്. എത്രയാണ്, 500 ആപ്പിളാണ് അതിനകത്ത് ആ ബാസ്ക്കറ്റിനകത്ത് ഉള്ളത്. നമ്പർ ഓഫ് ആപ്പിൾ റോട്ടൻ, അപ്പം ഈ 500-ൽ നിന്നും എത്രയാണ് നാശമായ ആപ്പിൾസ്, അതാണ് 100. അപ്പോൾ ഈ 500 എന്ന് പറയുന്നതാണ് എന്തെന്ന്, പോപ്പുലേഷനും. 500 എന്ന് പറയുന്നത് പോപ്പുലേഷനും, പിന്നെ 100 ഈ ചീഞ്ഞു പോയ ആപ്പിളാണ് സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പം ഈ 500-ൽ നിന്നും 100 അതാണ് പോപ്പുലേഷനും സാമ്പിളും. ഈ എസ്റ്റിമേഷൻ എന്ന് പറയും. ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൽ അടുത്ത് വരുന്ന ടേമാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, it is to use the statistics obtained from the sample as estimate of the unknown parameters of the population from which the sample is drawn. This is to use the statistics obtained from the sample. നമുക്ക് ഈ സാമ്പിളിൽ നിന്നും ഒരു സ്റ്റാറ്റിസ്റ്റിക് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതെ ഈ സാമ്പിൾ എത്രയാണ്, ഇതിനകത്ത് ഈ സാമ്പിൾ എന്ന് പറയുന്നത് ഇതിനകത്ത് സാമ്പിൾ എത്രയാണ്, 100 ആണ് ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആസ് എസ്റ്റിമേറ്റ് ഓഫ് ദ അൺനോൺ പാരാമീറ്റേഴ്സ് ഓഫ് ദി പോപ്പുലേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു പോപ്പുലേഷനെ എന്താ പറയുക റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ സാമ്പിൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ഈ എന്താ പറയുക പോപ്പുലേഷനിലുള്ള അൺനോൺ ഫാക്ടേഴ്സാണ് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ളതാണ് നമ്മൾ സാമ്പിളിനോട് ചോദിക്കാൻ പോകണം. ഇപ്പം Mcom ക്ലാസ്സിലെ ഒരു ആളെ നമ്മുടെ ചെയർമാനാക്കണം. അപ്പം Mcom ക്ലാസ്സിൽ 10 പേര് എന്ന് പറയുന്നത് Mcom ഫസ്റ്റ് ഇയറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ ആ 10 പേരാണ് എന്ത് ഡിസൈഡ് ചെയ്യുന്നത്, ചെയർമാൻ ആരാണെന്ന് എന്താ പറയുക വോട്ട് ചെയ്യാൻ വരുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്, ആ Mcom ബാച്ച് ഫസ്റ്റ് ഇയർ ബാച്ചിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നവരാണ് ഈ എന്താ പറയുക സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പം ഈ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ അൺനോൺ പാരാമീറ്റേഴ്സ്. നമുക്കപ്പം ചെയർമാനെ ഫസ്റ്റ് ഇയർ ബാച്ച് ആരാണ് എന്താ പറയുക ആർക്കാണ് വോട്ട് ചെയ്യാന്ന് അറിയില്ല, പക്ഷേ ഈ 10 പേരാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അൺനോൺ പാരാമീറ്റർ ഓഫ് ദി പോപ്പുലേഷൻ ഫ്രം വിച്ച് ദ സാമ്പിൾ ഈസ് ഡ്രോൺ, അതിനെ പറയുന്നതാണ് എന്തെന്ന് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ
It is to use the statistics obtained from the sample as estimate of the unknown parameters. ഈ സാമ്പിളിൽ നിന്ന് കിട്ടിയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എന്തിന് സഹായിക്കുന്നു? നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് എന്ന് അറിയാത്ത അൺനോൺ പാരാമീറ്ററിനെ അറിയാനായിട്ട് ഓഫ് ദി പോപ്പുലേഷൻ, Mcom ഫസ്റ്റ് ഇയർ എന്ന പോപ്പുലേഷനിലെ അൺനോൺ പാരാമീറ്റർ ആണെന്ന് ആർക്കാണ് ഇവർ വോട്ട് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അപ്പം അത് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എന്തെന്ന് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നതാണ്. അപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ് ഹൈപ്പോത്തിസിസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് സിംപ്ലി എ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് പോപ്പുലേഷൻ. ഇപ്പോൾ പോപ്പുലേഷനെ ഒരു എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് അളക്കാൻ പറ്റുന്ന തോതിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റായി മാറ്റുക പോപ്പുലേഷനെ. അതിനെ പറയുന്നതാണ് ഹൈപ്പോത്തിസിസ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിഗമനത്തിന് നമ്മളിപ്പോൾ പറയില്ലേ, നമ്മളിപ്പോൾ ആർക്കാവും വോട്ട് വരിക, അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നിന്നും Mcom ഫസ്റ്റ് ഇയറിൽ നിന്നും 10 പേരിൽ നിന്ന് എത്ര പേര് എന്താ പറയുക അഗെയിൻസ്റ്റും എത്ര പേര് ഫേവറായിട്ടും വോട്ട് ചെയ്യുമെന്ന് നമ്മൾ പറയില്ലേ. അപ്പം അങ്ങനത്തെ അപ്പോൾ അതിനെ ആ ഹൈപ്പോത്തിസിസ് നമുക്കപ്പോൾ ഒരു നിഗമനം ഉണ്ടാവും. ആ നിഗമനത്തിന് നമ്പർ ഫോർമാറ്റില്ലേ, ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റില്ലേ, ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്പർ ഫോർമാറ്റില്ലേ, എണ്ണി തിട്ടപ്പെടുത്താവുന്ന രീതിയിലുള്ളൊരു ഫോർമാറ്റിലേക്ക് മാറ്റുക. അതിനെ പറയുന്നതാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊസീജിയർ ഫോർ ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസ്. അപ്പം ഈ ഹൈപ്പോത്തിസിസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മൾ നിഗമനം എന്ന് പറഞ്ഞു, പക്ഷെ അത് നിഗമനത്തിൽ എത്തേണ്ടത് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യണമെന്നുള്ളതിന് ഒരു പ്രൊസീജിയർ ഉണ്ട്. ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് സെറ്റപ്പ് ദ ഹൈപ്പോത്തിസിസ്. സെറ്റപ്പ് ദ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം നമ്മുടെ നിഗമനം നമ്മൾ ആദ്യം തീരുമാനിക്കണം. അതിനകത്ത് രണ്ടെണ്ണമുണ്ട്, HO എന്നുണ്ട്, H1 അല്ലെങ്കിൽ HA എന്ന് പറയും. HO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൾ ഹൈപ്പോത്തിസിസ് എന്നാണ് പറയുക. അതിന് നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നും H1 എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്നാണ്. അപ്പം നൾ ഹൈപ്പോത്തിസിസ് ഉണ്ട്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഉണ്ട്. ഇത് ബേസിക്സ് ആണ് ഞാൻ പറഞ്ഞു. അപ്പോൾ H0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൾ ഹൈപ്പോത്തിസിസും H1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആണ്. അപ്പോൾ എന്താണ് നൾ ഹൈപ്പോത്തിസിസ് എന്ന് നമുക്ക് കാണാം. ഇൻവാലിഡ് വോയർ എമൗണ്ട് ടു നത്തിങ്, അതിനാണ് നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ നോട്ട് റിയൽ. അപ്പോൾ നോ റിയൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സാമ്പിൾ ആൻഡ് പോപ്പുലേഷൻ ഇൻ എ പെർട്ടിക്കുലർ മാറ്റർ അണ്ടർ കൺസിഡറേഷൻ. എന്നുവെച്ചാൽ എന്താണ് നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻവാലിഡ് അല്ലെങ്കിൽ വോയിഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാം 10 പേരെ Mcom ക്ലാസ്സിൽ നിന്നും സെലക്ട് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. 10 പേരെ ഞാൻ Mcom ക്ലാസ്സിൽ നിന്ന് സെലക്ട് ചെയ്തപ്പം 10 പേരും വോട്ട് ചെയ്യുന്നത് ഫേവറിലാണ്. അപ്പം 10 പേര് വോട്ട് ചെയ്യുന്നത് ഫേവറിലാകുമ്പം അതെന്താണ് നൾ ഹൈപ്പോത്തിസിസ് ആണ്. എന്നുവെച്ചാൽ എന്താണ് 10 പേരും ഒരാൾക്ക് തന്നെയാണ് വോട്ട് ചെയ്യുന്നത്. അപ്പം ആ എടുത്ത സാമ്പിൾ എന്ന് പറയുന്നത് നള്ളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പിളും അവരുടെ ഡിസിഷനും എന്തായിരിക്കും ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഇൻവാലിഡ് വോയിഡ് ഓർ എമൗണ്ടിങ് ടു നത്തിങ്, നോ റിയൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സാമ്പിൾ ആൻഡ് പോപ്പുലേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആ പോപ്പുലേഷനിൽ നിന്ന് ഇപ്പം നമ്മൾ പറഞ്ഞു Mcom എന്ന ഫസ്റ്റ് ഇയർ ബാച്ചിൽ നിന്നും എന്താ പറയുക നമ്മളൊരു സാമ്പിൾ 10 പേരെ സെലക്ട് ചെയ്തു. അപ്പം ഈ പോപ്പുലേഷൻ എന്താ പറയുക പോപ്പുലേഷൻ ഒരു 100 പേരെന്ന് വിചാരിച്ചോ, സാമ്പിൾ ഒരു 10 പേരാന്ന് വിചാരിച്ചു. അപ്പം 100 പേർക്കും പറയാനുള്ളതും 10 പേർക്കും പറയാനുള്ളതും ഒന്നാണെങ്കിൽ അതെന്താണ് ഇപ്പോൾ സാമ്പിളും പോപ്പുലേഷനും തമ്മിലൊരു ഡിഫറൻസും ഇല്ല. അപ്പം അതുകൊണ്ട് സാമ്പിളും പോപ്പുലേഷനും തമ്മിൽ ഡിഫറൻസ് ഇല്ലെങ്കിൽ അതിന് പറയുന്നതാണ് നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ നൾ ഹൈപ്പോത്തിസിസ് പാസ്സായി എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് നൾ ഹൈപ്പോത്തിസിസ് വിൽ ബി ആക്സെപ്റ്റഡ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഇസ് റിജക്റ്റഡ്. അപ്പോൾ എന്താണ് നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നൾ ഹൈപ്പോത്തിസിസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നൾ ഹൈപ്പോത്തിസിസ് ആണ് നമ്മളപ്പോൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതും. ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ വേറൊരു നിഗമനം നമുക്കുണ്ടാവുമല്ലോ. അപ്പോൾ 10 പേര് നമ്മൾക്ക് സെലക്ട് ചെയ്യുമ്പോൾ 10 പേരും ഫേവറായിട്ട് വോട്ട് ചെയ്യുന്നു നമ്മുടെ ഒരു നിഗമനം ഉണ്ടാവും. 10 പേര് എന്താ പറയുക അഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്യുന്നതും വെച്ച് കഴിഞ്ഞാൽ ഫേവർ അല്ല എന്താ പറയുക അയാളെ ചെയർമാനാക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുന്നവരുണ്ടാകാം. അപ്പം 10 പേരും ഫേവറായിട്ട് വോട്ട് ചെയ്യുന്ന നമ്മൾ നിഗമനത്തിൽ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ മറ്റ് നിഗമനത്തിന് അതിലൊരു അർത്ഥമില്ല. കാരണം 10 പേരും എന്ത് ചെയ്തു എന്താ പറയുക നമുക്ക് ഫേവറായിട്ടാണ് വോട്ട് വന്നത്. അപ്പം നൾ ഹൈപ്പോത്തിസിസ് വിൽ ബി ആക്സെപ്റ്റഡ് ആൻഡ് അപ്പം ഓട്ടോമാറ്റിക്കലി ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് വിൽ ബി റിജക്റ്റഡ്.
പിന്നെ എന്താണ് നൾ ഹൈപ്പോത്തിസിസ് ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ ഫെയിൽ, ഞാനത് വെട്ടിയിട്ടുണ്ട് കേട്ടോ, അത് കാണുന്നില്ലെങ്കിൽ ഫെയിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നൾ ഹൈപ്പോത്തിസിസ് ഫെയിൽ ആയി എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും? നൾ ഹൈപ്പോത്തിസിസ് വിൽ ബി റിജക്റ്റഡ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് വിൽ ബി സെലക്റ്റഡ്. അപ്പോൾ എന്താണ്, നൾ ഹൈപ്പോത്തിസിസിനെ നമ്മൾ എന്താ പറയുക റിജക്റ്റ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ എന്താ പറയുക 10 പേരും ഫേവറിലാണോ എന്ന് നോക്കും. ഇപ്പം ഒരു Mcom ക്ലാസ്സിനകത്ത് 10 പേര് നമ്മൾ സാമ്പിളായിട്ട് എടുത്തു. ആ സാമ്പിളായിട്ട് എടുത്തത് 10 പേര് ഫേവർ ആണോ എന്ന് നോക്കും. അല്ല, അപ്പം എന്താണ്, പാസ്സായില്ല, ഫെയിലായി. അപ്പം നൾ ഹൈപ്പോത്തിസിസ് എന്തായി? ഫെയിലായി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ആ നൾ ഹൈപ്പോത്തിസിസിനെ റിജക്റ്റ് ചെയ്തിട്ട് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസിനെ എന്ത് ചെയ്യും? നമ്മൾ സെലക്ട് ചെയ്യും. അപ്പം അതാണ് നൾ ഹൈപ്പോത്തിസിസ് പാസ്സായാലും ഫെയിലായാലും അതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പായിട്ടുള്ള സെറ്റപ്പ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റത്തെ ആണ് രണ്ടാമത്തെ നമ്മുടെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഉണ്ട് നമ്മുടെ, അതാണ് സെറ്റപ്പ് ഓഫ് സൂട്ടബിൾ സിഗ്നിഫിക്കൻറ്റ് ലെവൽ. അതാണ് രണ്ടാമത്തെ എന്താ പറയുക നമ്മുടെ സ്റ്റെപ്പ്. അപ്പോൾ ടെസ്റ്റ് ഓഫ് വാലിഡിറ്റി ഓഫ് H0 അഗെയിൻസ്റ്റ് H1. H0 അഗെയിൻസ്റ്റ് H1 എന്ന് പറയുന്നതാണ്. H0 എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഓഫ് വാലിഡിറ്റി ഓഫ് നൾ ഹൈപ്പോത്തിസിസ് അഗെയിൻസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് അറ്റ് സെർട്ടൻ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെറ്റപ്പ് ഓഫ് സൂട്ടബിൾ സിഗ്നിഫിക്കൻറ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 tail ടെസ്റ്റ് ആണോ 1 tail ടെസ്റ്റ് ആണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിനാണ് സെറ്റപ്പ് ഓഫ് സൂട്ടബിൾ സിഗ്നിഫിക്കൻറ്റ് ലെവൽ എന്ന് പറയുന്നത്. സിഗ്നിഫിക്കൻറ്റ് ലെവൽ എന്ന് പറയുന്നത് 5% ആവാം, 1% ആവാം, അങ്ങനെ പലതും ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ കുറച്ച് എന്താ പറയുക ഗ്രാഫ് പോലെ വരച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നോക്കാം, നമ്മൾ ഒരു ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്തു. അതിനകത്ത് എന്താ പറയുക, ഇപ്പം നൾ ഹൈപ്പോത്തിസിസ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 tail ആണെങ്കിൽ, ഫസ്റ്റത്തെ കേസ് 2 tailൻ്റെ ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പം 2 tail ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് എപ്പോഴാണ് 2 tail ടെസ്റ്റ് ആവണമെന്ന് നോക്കണേ. അപ്പം H0 എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തിസിസ് ആണ്. നൾ ഹൈപ്പോത്തിസിസ് ആക്സെപ്റ്റ് ചെയ്ത് 95% ആണെങ്കിൽ എന്താണ്, 2.5% റിജക്റ്റും 2.5% റിജക്റ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ 2.5 + 2.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ് ശരിക്കും വരുന്നത്. അപ്പം 95% ആക്സെപ്റ്റ് ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ 5% 100-ൽ 5% റിജക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിനാണ് 2 tail ടെസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ 1 tail ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 95% ആക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ 95% ആക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് 5% ലെഫ്റ്റ് സൈഡിൽ മാത്രമായിരിക്കും റിജക്റ്റ് ആവാനുള്ള ചാൻസ്. എന്ന് വെച്ചാൽ എന്താണ്, 1 tail ആയിരിക്കും. അപ്പം ഇവിടെ നമ്മൾ നോക്കാം 2.5-ഉം 2.5-ഉം നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് 2.5 + 2.5 5% തന്നെയാണ് വരുന്നത്. പക്ഷേ അത് നമ്മൾ 2 സൈഡിലേക്കും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതാണ് ഇന്ന് 2 tail ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് 1 tail ടെസ്റ്റ്. 1 tail ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ മാത്രം 5%, അതുപോലെ റൈറ്റ് സൈഡിൽ മാത്രം 5%. അപ്പോൾ 95% ആക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ നൾ ഹൈപ്പോത്തിസിസിൻ്റെ 5% എന്തുണ്ട്, റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് 1 tail ടെസ്റ്റും 2 tail ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മളതൊരു ടേബിൾ ഫോർമാറ്റിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം ക്രിട്ടിക്കൽ Z വാല്യൂ ടാബുലേറ്റഡ്. അപ്പം അത് നോക്കാം. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 10% ഉണ്ട്, 5% ഉണ്ട്, 1% ഉണ്ട്, 0.1% ഉണ്ട്. പക്ഷെ എന്നിട്ടാണ് അപ്പം ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 10%, 5%, 1%, 0.1% എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് സിഗ്നിഫിക്കൻസിൻ്റെ എന്താ പറയുക പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. 1 tailed എന്ന് പറയുമ്പം 1 tailed ടെസ്റ്റ് ആകുമ്പം ഇതിന് 10% ആകുമ്പോൾ 1.65, 5% ആകുമ്പോൾ 1.96, 1% ആകുമ്പം 2.58, 0.1% ആകുമ്പോൾ 3.29. 2 tailed ആണെങ്കിൽ 10% ആകുമ്പോൾ 1.28, 5% ആണെങ്കിൽ 1.66, 1% ആണെങ്കിൽ 2.33, 0.1% ആണെങ്കിൽ 3.10. നിങ്ങൾ ടേബിൾ കണ്ടിട്ട് പേടിക്കണ്ട. അത് എന്താ പറയുക ജസ്റ്റ് നമ്പർ എന്താ പറയുക ഈ 1 tailനും 2 tailനും നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5% ആണ് അതിൻ്റെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്നുണ്ടെങ്കിൽ 1 tailed ആണെങ്കിൽ 1.96 ആയിരിക്കും. കണ്ടോ, 1.96 ആയിരിക്കും വരിക. അപ്പം 1% ആണെങ്കിൽ 2 tailed ആണെങ്കിലോ 2.33 ആണ് വാല്യൂ വരിക. അത്രേ ഉള്ളൂ അതിനകത്ത് പറയാൻ. അപ്പോൾ Z വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്റ്റാൻഡർഡൈസ് സ്കോർ ദാറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ മെനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓൺ എലമെൻറ്റ് ഈസ് ഫ്രം
an element is from the mean. അപ്പോൾ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണ് മീൻ എന്ന് വിചാരിക്കുക. അപ്പം ഇത് മീനാകുമ്പോൾ എന്താ പറയുക, അപ്പം ഇതിനകത്ത് ഇതാണ് മീൻ എന്നുണ്ടെങ്കിൽ ഈ മീനിൽ നിന്നും ഇവിടേക്ക് എത്താനുള്ള ദൂരം, ഈ ദൂരം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5% ആണ് അതിൻ്റെ വൺ ടെയിൽ ടെസ്റ്റിൽ. 5% ആണെന്നുണ്ടെങ്കിൽ 1.96 ആയിരിക്കും അതിൻ്റെ ദൂരം. 10% ആണ് വൺ ടെയിൽ ടെസ്റ്റിനെന്നുണ്ടെങ്കിൽ 1.65 ആണ് ഈ എന്താ പറയുക സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത് ഫ്രം ദ മീൻ. ഈ മീനിൽ നിന്നും വരുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറഞ്ഞ ഈ പോർഷൻ എത്രയാണ് വരുന്നത്? 1.65 ആയിരിക്കും 10% ആണെങ്കിൽ മാത്രം. ഓക്കെ, പിന്നെ ഇതാണ് ഇപ്പോൾ Z വാല്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ സ്റ്റാൻഡേർഡൈസ്ഡ് സ്കോർ ദാറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ മെനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് എലമെൻറ്റ് ഇസ് ഫ്രം ദ മീൻ. മീനിൽ നിന്നും ഇതാണ് മീനെങ്കിൽ അതിൽ നിന്നും ഇവിടേക്കുള്ള ഈ ദൂരം എത്രയാണെന്നുള്ളത് തീരുമാനിക്കുന്നതാണ് Z വാല്യൂ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വരുന്നതാണ് സെറ്റിംഗ്. മൂന്നാമത്തെ വരണതാണ് സെറ്റിംഗ് ഓഫ് എ ടെസ്റ്റ് ക്രൈറ്റീരിയൻ. അതാണ് തേർഡ് വരുന്നത്, സെറ്റിംഗ് ഓഫ് എ ടെസ്റ്റ് ക്രൈറ്റീരിയൻ. അപ്പം എന്താണ്? സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് പ്രൊബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫോർ ദ ടെസ്റ്റ്, ദാറ്റ് ഈസ് ടി ടെസ്റ്റ്, എക്സ് സ്ക്വയർ ടെസ്റ്റ്, എഫ് ടെസ്റ്റ്. അപ്പം എന്താ പറയുക, ടെസ്റ്റ് ക്രൈറ്റീരിയ സെലക്ട് ചെയ്യുക. ഏതാണ് എന്താ പറയുക സിഗ്നിഫിക്കൻറ്റ് ലെവൽ നോക്കിയിട്ട് അതനുസരിച്ച് സെറ്റിംഗ് ടെസ്റ്റ് ക്രൈറ്റീരിയ. പിന്നെ അത് എന്താണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടെക്നീക്സ് ഉണ്ട്, അതിനകത്ത് വരുന്നതാണ് ഈ ടെസ്റ്റുകളൊക്കെ. അപ്പോൾ ആ ടെസ്റ്റുകൾ ഏതാണ് സൂട്ടബിൾ ആണെന്ന് വെച്ചാൽ അത് വൺ ടെയിലാണോ ടു ടെയിലാണോ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ടെസ്റ്റുകൾ സെലക്ട് ചെയ്യാം. ഡൂയിങ് കമ്പ്യൂട്ടേഷൻ, അപ്പം ഈ ഓരോ ടെസ്റ്റ് ചെയ്യാനും കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അതനുസരിച്ച് എന്ത് ചെയ്യുക, കമ്പ്യൂട്ട് ചെയ്യുക. അതാണ് ഫോർത്ത് സ്റ്റെപ്പ്. തേർഡ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പാണ് മേക്കിംഗ് ഡിസിഷൻസ്. വി ഹാവ് ടു ഡ്രോ സ്റ്റാറ്റിസ്റ്റിക്കൽ കൺക്ലൂഷൻ ആൻഡ് ടേക്ക് എ ഡിസിഷൻ. അപ്പോൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺക്ലൂഷൻ എടുത്ത് നമുക്കതിലേക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റണം. പക്ഷെ കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മളൊരു ചെയർമാനെ സെലക്ട് ചെയ്യുന്ന കേസാണെങ്കിൽ അതിനകത്തിപ്പം നമ്മളെടുത്തിട്ടുള്ള ഈ കാൽക്കുലേഷനും കമ്പ്യൂട്ടേഷനൊക്കെ ചെയ്തതിന് ശേഷം അയാളെ എന്താ പറയുക ചെയർമാൻ ആക്കണോ വേണ്ടയോ എന്നുള്ള ഡിസിഷനിലേക്ക് എത്താൻ പറ്റണം എന്നുണ്ടെങ്കിൽ അപ്പോൾ മേക്കിംഗ് അപ്രോപ്രിയേറ്റ് ഡിസിഷൻ അക്കോർഡിംഗ് ടു ദ സ്റ്റാറ്റിസ്റ്റിക്കൽ കൺക്ലൂഷൻ, അത്രേ ഉള്ളൂ. അപ്പം അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ ചെറിയൊരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ടേബിള്. ഇതിനകത്ത് ഡിസിഷൻ എന്ന് പറയുന്നത് ഇപ്പം H0 ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, H0 എന്താണ് നൾ ഹൈപ്പോത്തസിസ് ആണ്, അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് നമ്മൾ ട്രൂ ആയിരുന്നുവെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നൾ ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ ഞാൻ നൾ ഹൈപ്പോത്തസിസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണ് അല്ലെങ്കിൽ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യണം. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആയിട്ടുള്ള H1നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റിജക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം റിജക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, H0 ഈസ് ട്രൂ. പോപ്പുലേഷനിൽ നമ്മൾ എടുത്തിട്ടുള്ള H0 ഈസ് ട്രൂ ആണെങ്കിൽ അപ്പോൾ അതനുസരിച്ച് നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ആണ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തേക്കുന്നത് എന്താണ്, കറക്റ്റ് ഡിസിഷനാണ്. ഞാൻ എഴുതിയിട്ടുണ്ട് കറക്റ്റ് ഡിസിഷൻ എന്ന് എഴുതിയിട്ടുണ്ട്, കണ്ടോ, കറക്റ്റ് ഡിസിഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുക H0 ഈസ് ഫോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മളെടുത്ത ഹൈപ്പോത്തസിസ് നൾ ഹൈപ്പോത്തസിസ് തെറ്റായിരുന്നു അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിരുന്നു, ഫോൾസ് ആയിരുന്നു എങ്കിൽ നമ്മൾ എന്താ പറയുക എന്നിട്ട് നമ്മൾ എന്താ പറയുക നൾ ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്തെങ്കിൽ, നൾ ഹൈപ്പോത്തസിസ് ഫോൾസ് ആയിരുന്നു എന്നിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തെങ്കിൽ അതെന്താണ്, ടൈപ്പ് 2 എറർ എന്നാണ് പറയുക. അത് കറക്റ്റ് ഡിസിഷൻ അല്ല, അതെന്താണ് ടൈപ്പ് 2 എറർ എന്നാണ് അതിനെ പറയുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ ഇപ്പം H0 ഈസ് ട്രൂ എന്നിട്ട് നമ്മൾ റിജക്റ്റ് ആണ് നമ്മൾ ചെയ്തതെന്നുണ്ടെങ്കിൽ H0 എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തസിസ് നമ്മൾ റിജക്റ്റ് ചെയ്തുവെങ്കിൽ അതെന്താണ് ടൈപ്പ് 1 എറർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം നമ്മൾ H0 അതായത് നൾ ഹൈപ്പോത്തസിസ് നമ്മൾ ട്രൂ ആയി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എന്താണ്, ആക്സെപ്റ്റ് ആണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ റിജക്റ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ, നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് അല്ല, അത് എററാണ്. അതിനെ പറയുന്നതാണ് ടൈപ്പ് 1 എറർ എന്നാണ് നമ്മളതിനെ പറയാം. അപ്പം നമ്മൾ എന്നിട്ടാണ് നമ്മൾ പിന്നെ നോക്കേണ്ടത് H0 ഇസ് ഫോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ടാണ് നൾ ഹൈപ്പോത്തസിസ് ഫോൾസ് ആയിരുന്നുവെങ്കിൽ
തെറ്റായിരുന്നുവെങ്കിൽ എന്നിട്ട് നമ്മൾ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റിജക്റ്റ് ചെയ്തു, നമ്മൾ ശരിക്കും അതല്ലേ ചെയ്യേണ്ടേ. നൾ ഹൈപ്പോത്തസിസ് കറക്റ്റ് അല്ല, ഫോൾസ് ആണെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്തിട്ട് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ നമ്മൾ എന്ത് ചെയ്യണം, ആക്സെപ്റ്റ് ചെയ്യണം, സെലക്ട് ചെയ്യണം. അപ്പം അത് അങ്ങനെ നമ്മൾ ചെയ്തെന്നുണ്ടെങ്കിൽ അതെന്താണ്, കറക്റ്റ് ഡിസിഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കറക്റ്റ് ഡിസിഷൻ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയുക ഡിസിഷൻ എടുക്കേണ്ടത്. ഡിസിഷൻ എടുക്കേണ്ട രീതി എന്താണെന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇത്രയും നോക്കൊണ്ടു. ആദ്യം നമ്മൾ ട്രൂ ആണോ നോക്കുക, നമ്മൾ പഠിച്ച കാര്യം നോക്കുക, കൺസെപ്റ്റ് നോക്കുക. അപ്പം നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ എന്ത് ചെയ്യണം, റിജക്റ്റ് ചെയ്യണം. പിന്നെ നോക്കേണ്ടത് അങ്ങനെയല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ടൈപ്പ് 1 എറർ ആയിരിക്കും. പിന്നെ നമ്മൾ നോക്കേണ്ടത് നൾ ഹൈപ്പോത്തസിസ് ഫോൾസ് ആണെങ്കിൽ എന്താണ്, എന്നിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു നൾ ഹൈപ്പോത്തസിസിനെ എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത പരിപാടി എന്താണ്, തെറ്റാണ്, എന്താ ഇൻകറക്റ്റ് ഡിസിഷനാണ്. അപ്പോൾ എന്തായിരിക്കും വരിക, ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എററാണ് അതിനെ പറയാം. പിന്നെ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആയിട്ട് നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. ഇത്രയാണ് ഇതിൻ്റെ ബേസിക്സ്. നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ ചാനലിനെ, ഈ വീഡിയോസിനെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഇത് ഉപകരിക്കുമെങ്കിൽ അത്രയും ഹെൽപ്ഫുൾ ആകുമ്പോഴേക്കും അത്രയും സന്തോഷമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.